ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അഡ്ജക്റ്റീവ് എന്ന ടോപ്പിക്കാണ്. അഡ്ജക്റ്റീവ് എന്നാൽ മലയാളത്തിൽ വിശേഷണം, നാമവിശേഷണം എന്നൊക്കെ പറയും. A word used with a noun to describe or point out the person, animal, place or thing which the noun names or tell the number or quantity is called an adjective. അതായത് അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഒരു വേർഡാണ്. ആ വേർഡ് നമ്മൾ എന്തിനാണ് ഉപയോഗിക്കണമെന്ന് വെച്ചാൽ നൗണായിട്ടുള്ള ഒരു പേഴ്സൺ, ഒരു വ്യക്തി, അല്ലെങ്കിൽ ഒരു മൃഗം, അല്ലെങ്കിൽ ഒരു സ്ഥലം, അല്ലെങ്കിൽ ഒരു വസ്തു, അങ്ങനെയുള്ള പേരുകൾ, അതിൻ്റെ എല്ലാം പേരുകളോ അല്ലെങ്കിൽ അതിൻ്റെ എണ്ണം അല്ലെങ്കിൽ അതിൻ്റെ അളവ്, ഇതിനെയൊക്കെ നമ്മൾ വിവരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു വേർഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ അഡ്ജക്റ്റീവ് മീൻസ് ആഡഡ് ടു. അഡ്ജക്റ്റീവിൻ്റെ അർത്ഥം എന്താ? ആഡഡ് ടു എന്നാണ്. അതായത് ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നത്. എന്തിലേക്ക് ആഡ് ചെയ്യുന്നതാ? നൗണിലേക്ക് നമ്മൾ അതിനെ വിശേഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്യുന്ന വേർഡിനെയാണ് എന്ത് പറയുന്നത്? അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ there are two groups of adjectives. രണ്ട് ഗ്രൂപ്പ്സ് ഉണ്ട്. ഫസ്റ്റ് സിമ്പിൾ അഡ്ജക്റ്റീവ്, സെക്കൻഡ് വൺ ഡിറൈവ്ഡ് വൺ. സിമ്പിൾ അഡ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്ന അഡ്ജക്റ്റീവ്സ് ആണ്. അതായത് കൈൻഡ്, പ്രിറ്റി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സാധാരണയായിട്ട് നമ്മൾ വിശേഷിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്ന വേർഡ്സിനെയാണ് സിമ്പിൾ അഡ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഡിറൈവ്ഡ് വൺ ആണ്. ഡിറൈവ്ഡ് വൺ എന്ന് പറയുന്നത് ദേ ആർ ഡിറൈവ്ഡ് ഫ്രം അതർ വേർഡ്സ്. മറ്റ് വേർഡ്സിന് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത്? ബൈ ആഡിങ് സഫിക്സസ്. അതിൻ്റെ കൂടെ വേറെ സഫിക്സസ് ആഡ് ചെയ്തിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. എക്സാമ്പിൾ നോക്കുമ്പോൾ മനസ്സിലാവും. അഡ്മിറബിൾ, ഫിയർഫുൾ, ഹീറോയിക്, ലാവിഷ്, അട്രാക്റ്റീവ്, ഫേമസ്, വിൻഡി, ഇതെല്ലാം ആഡ്ജക്റ്റീവ്സ് ആണ്. അപ്പോൾ ഫിയർ എന്നുള്ള ഒരു വേർഡിൻ്റെ കൂടെ FUL എന്ന് പറഞ്ഞ സഫിക്സ് ആഡ് ചെയ്ത് ഫിയർഫുൾ എന്നുണ്ടാക്കി. ഹീറോയിക് എന്നുള്ളതിന് ഹീറോ എന്നുള്ള വേർഡിൻ്റെ കൂടെ IC ആഡ് ചെയ്ത് ഹീറോയിക് ഉണ്ടാക്കി. അതുപോലെ അഡ്മയറിൻ്റെ കൂടെ ABLE ആഡ് ചെയ്ത് അഡ്മിറബിൾ എന്നാക്കി. അപ്പോൾ അങ്ങനെ നമ്മൾ സഫിക്സസ് ആഡ് ചെയ്ത് ഉണ്ടാക്കുന്നതാണ് എന്ത്? ഡിറൈവ്ഡ് വൺസ് എന്ന് പറയുന്നത്. അഡ്ജക്റ്റീവ്സ് മോഡിഫൈ നൗൺസ് ഇൻ 2 ways. രണ്ട് രീതിയിൽ മോഡിഫൈ ചെയ്യുന്നുണ്ട് നൗൺസിന് അഡ്ജക്റ്റീവ്സ്. ഒന്ന് പ്രീ മോഡിഫൈ ചെയ്യുന്നു, രണ്ട് സെർവ് ആസ് കോംപ്ലിമെൻറ്റ്സ് ഓഫ് ലിങ്കിങ് വേർബ്സ് ലൈക്ക് അപ്പിയർ, സീം, ലുക്ക്, ഗ്രോ, ബി എറ്റ്സെട്ര. അതായത് ലിങ്കിങ് വേർഡ്സ് ആയിട്ടുള്ള അപ്പിയർ, സീം, ലുക്ക്, ഗ്രോ, ബി, ഇതിൻ്റെയൊക്കെ കോംപ്ലിമെൻറ്റ്സുമായിട്ടും അഡ്ജക്റ്റീവ്സ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ രണ്ട് രീതിയിലാണ് ഒരു നൗണിനെ അഡ്ജക്റ്റീവ് മോഡിഫൈ ചെയ്യുന്നത്. പ്രീ മോഡിഫൈ ചെയ്യും, അല്ലെങ്കിൽ കോംപ്ലിമെൻറ്റ്സ് ആയിട്ട് വർക്ക് ചെയ്യും. A pre-modifying adjective is placed before the noun. It modifies, as in the phrase a memorable event, an inseparable companion, etc. The use of adjectives to pre-modify nouns is called the attributive use. അപ്പോൾ pre-modifying adjectives സാധാരണയായിട്ട് നമ്മൾ നൗണിൻ്റെ ഫ്രണ്ടിലാണ് വയ്ക്കാറ്. നൗണിന് മുമ്പാണ് നമ്മൾ എന്ത് ആഡ് ചെയ്യുന്നത്? പ്രീ മോഡിഫൈയിങ് അഡ്ജക്റ്റീവ്സ്. പ്രീ എന്ന് പറഞ്ഞാൽ എന്താ? മുമ്പ്. അപ്പോൾ നമ്മൾ നൗണിനെ മോഡിഫൈ ചെയ്യാനായിട്ടാണ് എന്ത് ഉപയോഗിക്കുന്നത്? അഡ്ജക്റ്റീവ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രീ മോഡിഫൈ അഡ്ജക്റ്റീവ് നമ്മൾ യൂസ് ചെയ്യുന്നത് നൗണിൻ്റെ പ്രീ എന്ന് പറഞ്ഞാൽ മുമ്പായിട്ടാണ്. അപ്പോൾ എക്സാമ്പിൾ നോക്കാം. എ മെമ്മറബിൾ ഇവൻറ്റ്. ഇവൻ്റ് എന്ന് പറയുന്നത് എന്താണ്? നൗണാണ്. അപ്പോൾ അതിനെ മോഡിഫൈ ചെയ്യാനായിട്ട് മെമ്മറബിൾ എന്ന് പറഞ്ഞാൽ എന്തുപയോഗിച്ചു? അഡ്ജക്റ്റീവ് ഉപയോഗിച്ചു. അടുത്ത് ആൻ ഇൻസെപ്പറബിൾ കമ്പാനിയൻ. കമ്പാനിയൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നൗണാണ്. അതിനെ മോഡിഫൈ ചെയ്യാൻ ഇൻസെപ്പറബിൾ എന്നുള്ള അഡ്ജക്റ്റീവ് ഉപയോഗിച്ചു. അപ്പോൾ ഇത് നമ്മളെവിടെ പ്രീ മോഡിഫൈ എന്ന് പറഞ്ഞാൽ നൗണിൻ്റെ ഫ്രണ്ടിലാണ് ഉപയോഗിച്ചേക്കുന്നത്. ദ യൂസ് ഓഫ് അഡ്ജക്റ്റീവ്സ് ടു പ്രീ മോഡിഫൈ നൗൺസ് ഈസ് കോൾഡ് ദ ആട്രിബ്യൂട്ടീവ് യൂസ്. ഇങ്ങനെ നമ്മൾ നൗൺസിനെ പ്രീ മോഡിഫൈ ചെയ്യാനായിട്ട് അഡ്ജക്റ്റീവ്സ് ഉപയോഗിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? ആട്രിബ്യൂട്ടീവ് യൂസ് എന്ന് പറയുന്നത്. When the adjective is used as the complement of a linking verb, it is said to be predicatively used. In other words, predicatively used adjectives complement linking verbs. The relationship can be either with the subject or with the object. അതായത് ഒരു അഡ്ജക്റ്റീവിനെ നമ്മൾ പ്രെഡിക്കേറ്റീവ്ലി യൂസ്ഡ് അഡ്ജക്റ്റീവ് എന്ന് വിളിക്കുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ ലിങ്കിങ് വേർബിൻ്റെ അർത്ഥം പൂർണ്ണമാക്കാനായിട്ടാണ് നമ്മൾ അഡ്ജക്റ്റീവിനെ യൂസ് ചെയ്തിരിക്കുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ പ്രെഡിക്കേറ്റീവ്ലി യൂസ്ഡ് അഡ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. അത് അന്നെങ്കിൽ ആ അഡ്ജക്റ്റീവ്സിൻ്റെ റിലേഷൻഷിപ്പ് സബ്ജക്റ്റ് ആയിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഒബ്ജക്റ്റ് ആയിട്ടായിരിക്കാം. ഇതിൽ ഫസ്റ്റ് വൺ എക്സാമ്പിൾ നോക്കാം. ജോൺ റിമെയിൻഡ് ഇനാക്റ്റീവ്. ഇവിടെ ജോൺ ആയിട്ടാണ് ഈ ഇനാക്റ്റീവ് എന്നുള്ളത്. ഇനാക്റ്റീവാണ് ഇവിടുത്തെ അഡ്ജക്റ്റീവ് റിലേറ്റഡ് ആയിട്ട്. അപ്പോൾ സബ്ജക്റ്റ് ആയിട്ടാണ്. വാട്ട് മേരി സെഡ് ഈസ് ട്രൂ. ഇവിടെ മേരി ആയിട്ടല്ല, സെഡ് ഈസ് ട്രൂ എന്നാണ്. അപ്പോൾ സെഡ് എന്നുള്ള ഒബ്ജക്റ്റ് ആയിട്ടാണ് എന്ത് റിലേറ്റഡ് ആയിട്ടിരിക്കുന്നത്? ട്രൂ എന്നുള്ള
അഡ്ജക്റ്റീവ് റിലേറ്റഡ് ആയിട്ടിരിക്കുന്നത്. അപ്പോൾ ഒന്നെങ്കിൽ ഒബ്ജക്റ്റായിട്ട് റിലേറ്റഡ് ആയിരിക്കാം, അല്ലെങ്കിൽ സബ്ജക്റ്റായിട്ട് റിലേറ്റഡ് ആയിരിക്കാം എന്ത് അഡ്ജക്റ്റീവ്. ദ അഡ്ജക്റ്റീവ്സ് ഫങ്ഷനിങ് ആസ് ഒബ്ജക്റ്റ് കോംപ്ലിമെൻറ്റ്സ് ഓഫൺ ഷോ ദ റിസൾട്ട് ഓഫ് ദ പ്രോസസ് സജസ്റ്റഡ് ബൈ ദ വെർബ്. അപ്പോൾ ഒബ്ജക്റ്റ് കോംപ്ലിമെൻ്റ് ആയിട്ട് ഒബ്ജക്റ്റായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള അഡ്ജക്റ്റീവ്സ് ആണെങ്കിൽ അതിൽ നിന്ന് നമ്മൾക്ക് കൂടുതലും മനസ്സിലാവണം എങ്ങനെയാണെന്ന് വെച്ചാൽ ഓഫൺ ഷോ ദ റിസൾട്ട് ഓഫ് ദ പ്രോസസ് സജസ്റ്റഡ് ബൈ ദ വെർബ്. അവിടെ തന്നിരിക്കുന്ന വേർബില്ലേ, ആ വേർബിൻ്റെ റിസൾട്ട് പറയാനായിട്ടായിരിക്കും ഈ അഡ്ജക്റ്റീവ് മെയിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ഒബ്ജക്റ്റിനെ കോംപ്ലിമെൻ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന അഡ്ജക്റ്റീവ് മെയിനായിട്ടും അതിൽ കാണിക്കുന്നത് എന്തെങ്കിലും ഒരു പ്രവൃത്തി നടന്നിട്ട് അതിൻ്റെ റിസൾട്ടിനെ ആയിരിക്കും കാണിക്കുന്നത്. എക്സാമ്പിൾ, ഹി പുൾഡ് ദ സ്ട്രിങ് ടൈറ്റ്. ഹി പുൾഡ് വലിച്ചു, ദ സ്ട്രിങ് കമ്പി ടൈറ്റായിട്ട്. അപ്പോൾ ഇവിടെ പുൾഡ് എന്നുള്ളതാണ് എന്ത്, ഒരു വേർബാണ്. ആ വേർബിൻ്റെ റിസൾട്ടാണ് എന്ത്, ടൈറ്റായി എന്നുള്ളത്. അപ്പോൾ ടൈറ്റ് എന്നുള്ളത് എന്താണ്, ഇവിടുത്തെ അഡ്ജക്റ്റീവാണ്. അപ്പോൾ ഈ അഡ്ജക്റ്റീവ് ഇത് കാണിക്കുന്നത് എന്തിനെയാണ്, ഒരു പ്രവൃത്തിയുടെ റിസൾട്ടിനെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞത്, ദ അഡ്ജക്റ്റീവ് ഫങ്ഷനിങ് ആസ് ഒബ്ജക്റ്റ് കോംപ്ലിമെൻ്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന അഡ്ജക്റ്റീവ് എപ്പോഴും കാണിക്കുന്നത് എന്തെങ്കിലും ഒരു പ്രവൃത്തിയുടെ റിസൾട്ട് ഇനിയായിരിക്കും. അപ്പോൾ ഇവിടെ ടൈറ്റ് എന്നുള്ളത്, ടൈറ്റായി എന്നുള്ളത്, പുൾഡ് വലിച്ചപ്പോൾ ടൈറ്റായി. അപ്പോൾ വലിച്ചു എന്നുള്ള പ്രവൃത്തിയുടെ റിസൾട്ടാണ് എന്ത്, ടൈറ്റ് എന്നുള്ള അഡ്ജക്റ്റീവ്. Adjectives like aware, asleep, awake, etc. can be used usually only predicatively. അപ്പോൾ ഈ അവെയർ, അസ്ലീപ്പ്, അവെയ്ക്ക് ഇങ്ങനെയൊക്കെയുള്ള അഡ്ജക്റ്റീവ്സ് സാധാരണയായിട്ട് നമുക്ക് പ്രെഡിക്കേറ്റീവ്ലി മാത്രമാണ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് അട്രിബ്യൂട്ടീവ്ലി യൂസ്ഡ് അഡ്ജക്റ്റീവ് കംസ് ബിഫോർ ദ നൗൺ, ഇറ്റ് മോഡിഫൈസ്. നമ്മൾ പറഞ്ഞല്ലേ, ഈ നൗണ് മോഡിഫൈ ചെയ്യുന്ന നൗണിൻ്റെ ഫ്രണ്ടിലാണ് എന്ത് വരുന്നത്, അട്രിബ്യൂട്ടലി യൂസ്ഡ് അഡ്ജക്റ്റീവ്. പ്രീ മോഡിഫൈങ് അഡ്ജക്റ്റീവ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അട്രിബ്യൂട്ടലി യൂസ്ഡ് അഡ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അത് സാധാരണയായിട്ട് വരുന്നത് എവിടെയായിരിക്കും, നൗണിൻ്റെ ഫ്രണ്ടിലായിരിക്കും, നൗണിന് മുമ്പായിരിക്കും. ഹൗവർ എ ഫ്യൂ അഡ്ജക്റ്റീവ്സ് ക്യാൻ കം ആഫ്റ്റർ ദ നൗൺ ദേ മോഡിഫൈ. പക്ഷേ ചില അഡ്ജക്റ്റീവ്സ് അവരുടെ മോഡിഫൈ ചെയ്യുന്ന നൗണിന് ശേഷം വരാറുണ്ട്. എക്സാമ്പിളായിട്ട് പീപ്പിൾ, പ്രസൻറ്റ്. ഇതിൽ പ്രസൻറ്റ് എന്നുള്ളത് ശേഷമാണ് വന്നിരിക്കുന്നത്. പീപ്പിളിനെ മോഡിഫൈ ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്ന അഡ്ജക്റ്റീവാണ് പ്രസൻറ്റ്. ഇൻഡെഫിനിറ്റ് പ്രൊനൗൺസ് എൻഡിങ് ഇൻ വൺ, ബോഡി, തിങ്, വെയർ ക്യാൻ ബി മോഡിഫൈഡ് ഓൺലി ദാറ്റ് വേ. അപ്പോൾ ഇൻഡെഫിനിറ്റ് പ്രൊനൗൺസ് വൺ, സംവൺ, സംബഡി, എവറിത്തിങ്, എവരിവെയർ ഇങ്ങനെയൊക്കെയുള്ള ഇൻഡെഫിനിറ്റ് പ്രൊനൗൺസിന് ശേഷമായിരിക്കും എന്ത് വരുള്ളൂ, ഇത് അഡ്ജക്റ്റീവ്സ് വരുള്ളൂ. അപ്പോൾ ഗെറ്റ്, സംവൺ, ട്രസ്റ്റ് വർത്തി. ഇതിൽ സംവൺ എന്നുള്ള എന്താണ്, ഇൻഡെഫിനിറ്റ് പ്രൊനൗൺ ആണ്. അതിന് ശേഷമാണ് ട്രസ്റ്റ് വർത്തി എന്ന് പറഞ്ഞ അഡ്ജക്റ്റീവ് വന്നിരിക്കുന്നത്. സം അഡ്ജക്റ്റീവ്സ് ചേഞ്ച് ദെയർ മീനിങ് ഡിപ്പെൻഡിങ് ഓൺ വെദർ ദേ ഒക്കർ ഇൻ ഫ്രണ്ട് ഓഫ് ദ നൗൺ ഓർ ആഫ്റ്റർ ഇറ്റ്. ചില അഡ്ജക്റ്റീവ്സ് ഒന്നെങ്കിൽ നൗണിൻ്റെ ഫ്രണ്ടിൽ വരും, അല്ലെങ്കിൽ നൗണിന് ശേഷം വരും. അപ്പോൾ ഇതനുസരിച്ച് ഫ്രണ്ടിലാണോ ശേഷമാണോ വരുന്നതിനനുസരിച്ച് അതിൻ്റെ മീനിങ്ങിലും എന്ത് വരും, ചേഞ്ച് വരും. എക്സാമ്പിളായിട്ട് പ്രസിഡൻറ്റ് ഇലക്റ്റ് മീൻസ് പ്രസിഡൻറ്റ് സൂൺ ടു അസ്യൂം ഓഫീസ്. അപ്പോൾ ഇതിൽ പ്രസിഡൻറ്റ് ഇലക്റ്റ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ, പ്രസിഡൻറ്റ് സൂൺ ടു അസ്യൂം ഓഫീസ്, ഉടനെ ചാർജ് എടുക്കാൻ പോവുകയാണെന്നാണ്. ബോംബെ പ്രോപ്പർ മീൻസ് ദ സിറ്റി ഓഫ് ബോംബെ ആർ സ്ട്രിക്ട്ലി ഡിഫൈൻഡ്. അങ്ങനെയാണ്. അപ്പോൾ സിറ്റി ഓഫ് ബോംബെ ആർ സ്ട്രിക്ട്ലി ഡിഫൈൻഡ്, അതായത് ബോംബെ എന്ന് പറഞ്ഞ സിറ്റീനെ ശരിയായിട്ടുള്ള രീതിയിൽ നിർവചിച്ചിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. പിന്നെ ഇതിൽ ആബ്സെൻറ്റ്, പ്രസൻറ്റ്, ഇൻവോൾവ്, വിസിബിൾ, എറ്റ്സെട്ര ഇതെല്ലാം ഈ ഫ്രണ്ടിലാണോ അല്ലെങ്കിൽ ഇതിന് ശേഷമാണോ വരുന്നതിനനുസരിച്ച് ഈ വേർഡ്സിനൊക്കെ എന്ത് വരും, വേർഡ്സൊക്കെ മീനിങ്ങിലും ചേഞ്ച് വരുത്തും എന്നാണ് പറയുന്നത്. അടുത്ത എക്സാമ്പിൾ, ദ പ്രസൻറ്റ് മെമ്പേഴ്സ് ഹവ് ടു റിന്യൂ ദിയർ മെമ്പർഷിപ്പ്. അതായത് ദ പ്രസൻറ്റ് മെമ്പേഴ്സ് എന്ന് പറയുന്നത് അറ്റ് ദ പ്രസൻറ്റ് മൊമെൻറ്റ്, അപ്പോഴുള്ള ആ സമയത്തുള്ള മെമ്പേഴ്സിന് അവരുടെ മെമ്പർഷിപ്പ് റിന്യൂ ചെയ്യേണ്ടതുണ്ടെന്നാണ്. അപ്പോൾ പ്രസൻറ്റ് മെമ്പേഴ്സ് എന്നുള്ളത് ആ സമയത്ത് ഉള്ള എന്നുള്ളതിൻ്റെ അർത്ഥം. സെക്കൻഡ് എക്സാമ്പിൾ നോക്കാം, ദ മെമ്പേഴ്സ് പ്രസൻറ്റ് വോട്ടഡ് ഡൗൺ ദ റെസൊല്യൂഷൻ. അപ്പോൾ ഉണ്ടായിരുന്ന ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ആളുകൾ എന്ത് ചെയ്തു, അതിനെതിരായിട്ട് പ്രമേയത്തിനെതിരായിട്ട് വോട്ട് ചെയ്തു എന്നാണ്. അപ്പോൾ ഇതിൽ പ്രസൻറ്റ് ഓൺ ദിസ് ഒക്കേഷൻ, ഇതിൽ പറയുന്നത് ആ സന്ദർഭത്തിൽ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ എന്നാണ് ഇവിടുത്തെ അർത്ഥം. ഫസ്റ്റത്തേലെ അർത്ഥം എന്താ, ആ സമയത്ത് എന്നുള്ളതും ഇതിൽ ആ സന്ദർഭത്തിൽ എന്നുള്ളതാണ് ഈ പ്രസൻറ്റിൻ്റെ അർത്ഥം.
അപ്പോൾ ഇത് ഫസ്റ്റ് വരുന്നതും മെമ്പേഴ്സിൻ്റെ ഫ്രണ്ടിലാണ് ഫസ്റ്റത്തെ വന്നത് പ്രസൻറ്റ്, രണ്ടാമത് മെമ്പേഴ്സിന് ശേഷമാണ്. അപ്പോൾ ഈ അഡ്ജക്റ്റീവ് ഫ്രണ്ടിലോ നൗണിന് ശേഷം വരുമ്പോൾ ഉണ്ടാകുന്ന അർത്ഥത്തിലുള്ള വ്യത്യാസമാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാവാൻ പറ്റുന്നത്. Most of the A adjective when used attributively are placed after the noun. അതായത് A adjectives എന്ന് പറഞ്ഞാൽ എയിൽ തുടങ്ങുന്ന വേർഡ്സ് ഉണ്ട് കുറച്ച്, അത് അഡ്ജക്റ്റീവായിട്ട് യൂസ് ചെയ്യുമ്പോൾ അവർ സാധാരണ ആ വേർഡ്സിനെ നമ്മൾ നൗണിന് ശേഷമാണ് പ്ലേസ് ചെയ്യുന്നതെന്നാണ് പറയുന്നത് അഡ്ജക്റ്റീവായിട്ട്. എക്സാമ്പിളായിട്ട് എ ബ്ലേസ്, എ ലോൺ, എ ഗാസ്റ്റ്, എ ഫ്ലോട്ട്, എ ഫ്രൈറ്റ്, എ വേക്ക്, അഷെയിംഡ്, ഇതെല്ലാം എന്തിന് ശേഷമാണ്? നൗണിന് ശേഷമാണ് പ്ലേസ് ചെയ്യുന്നത്. The post-modifying adjective can be considered a relative clause in a verbless adjective clause. അതായത് verbless ആയിട്ടുള്ള adjective clauseൽ നമുക്ക് പോസ്റ്റ് മോഡിഫയിങ് അഡ്ജക്റ്റീവിനെ എന്തായിട്ട് കണക്കാക്കാം? ഒരു റിലേറ്റീവ് ക്ലോസ് ആയിട്ട് കണക്കാക്കാം എന്ന് പറയുന്നത്. എക്സാമ്പിളായിട്ട് ദ മെമ്പേഴ്സ് പ്രസൻറ്റ് ആസ്ക് ഫോർ ദ പ്രസിഡൻസ് കമൻറ്റ് മീൻസ് ദ members who were present asked for the president's comment. The members present എന്നുള്ളതിൻ്റെ അർത്ഥം എന്താണ്? മെമ്പേഴ്സ് ഹൂ വെയർ പ്രസൻറ്റ്, അവിടെ ഹാജരായിട്ടിരുന്ന ആളുകൾ, മെമ്പേഴ്സ് ആസ്ക് ഫോർ ദ പ്രസിഡൻസ് കമൻറ്റ് എന്നാണ് അതിൻ്റെ അർത്ഥം. ലീഗൽ ടേംസ് എംപ്ലോയ് പോസ്റ്റ് മോഡിഫയിങ് അഡ്ജക്റ്റീവ്സ്. ലീഗൽ ടേംസ് എന്താ യൂസ് ചെയ്യുന്നത്? പോസ്റ്റ് മോഡിഫയിങ് അഡ്ജക്റ്റീവ്സ് ആണ് യൂസ് ചെയ്യുന്നത്. എക്സാമ്പിളായിട്ട് അറ്റോർണി ജനറൽ, നോട്ടറി പബ്ലിക്, പോസ്റ്റ് മാസ്റ്റർ ജനറൽ, കോർട്ട് മാർഷൽ ആൻഡ് എയർ അപ്പാരൻറ്റ്, ഇതെല്ലാം എന്താണ്? പോസ്റ്റ് മോഡിഫയിങ് അഡ്ജക്റ്റീവാണ് യൂസ് ചെയ്യുന്നത്. Although most adjectives can be used both ways, there is some change of meaning when certain adjectives are used attributively. അതായത് മിക്ക അഡ്ജക്റ്റീവ്സും രണ്ട് രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാം. ഒന്നെങ്കിൽ ആദ്യം യൂസ് ചെയ്യാം, അല്ലെങ്കിൽ അവസാനം യൂസ് ചെയ്യാം നൗണിന്. പക്ഷേ ദർ ഇസ് സം ചേഞ്ച് ഓഫ് മീനിങ്ങിൽ എന്തുണ്ടാവും? അർത്ഥത്തിൽ മാറ്റം ഉണ്ടാവും. വെൻ സർട്ടൻ അഡ്ജക്റ്റീവ്സ് ആർ യൂസ്ഡ് ആട്രിബ്യൂട്ടീവ്ലി. ചില അഡ്ജക്റ്റീവ്സ് ആട്രിബ്യൂട്ടീവ്ലി നമ്മൾ പ്രീ മോഡിഫയിങ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ അർത്ഥത്തിൽ എന്തുണ്ടാവും? വ്യത്യാസം വരുമെന്നാണ്. അപ്പോൾ എക്സാമ്പിൾസാണ് ഹീ ഈസ് ഇൽ, അവന് അസുഖമാണ്. ദർ ഈസ് ഇൽ ഫീലിംഗ് ബിറ്റ്വീൻ ദ ടു ബ്രദേഴ്സ്. ഈ രണ്ടാമത്തെ സെൻറ്റൻസിൽ എന്താ അർത്ഥം? ഇൽ ഫീലിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഇഷ്ടക്കേടാണ്. അതായത് രണ്ട് ബ്രദേഴ്സ് തമ്മിൽ എന്തുണ്ട്? ഇഷ്ടക്കേടുണ്ടെന്നാണ്. ഫസ്റ്റത്തേൽ എന്താ? അസുഖമാണെന്നാണ്. അപ്പോൾ ഇതിൽ കണ്ട ഇൽ ഫീലിംഗ്, ഹീ ഈസ് ഇൽ, ലാസ്റ്റ് ഇല്ല് വന്നപ്പോഴും ഈ ഫീലിങ്ങിൻ്റെ ഫ്രണ്ടിൽ ഇല്ല് വന്നപ്പോഴും എന്തായി? അർത്ഥത്തിൽ വ്യത്യാസം വന്നു. ജോൺ ഈസ് പുവർ, ജോൺ ഒരു ദരിദ്രനാണെന്നാണ്. ഐ തോട്ട് ഓഫ് പുവർ ഓൾഡ് ജോൺ, ഇതിലെന്താ? ഞാൻ പാവം ഓൾഡ് ജോണിനെ കുറിച്ച് ഓർത്തു എന്നാ. ഇതിൽ ദരിദ്രൻ എന്നുള്ളതല്ല ഇതിൽ അർത്ഥം. ഹീ ഈസ് സർട്ടൻ ടു വിൻ, അവന് ഉറപ്പാണ് അവൻ വിജയിക്കുന്നത്. എ സർട്ടൻ മാൻ ആസ്ക്ഡ് ആഫ്റ്റർ യു, ഏതോ ഒരു ആൾ നിന്നെപ്പറ്റി ചോദിച്ചിരുന്നു എന്നാണ്. അപ്പോൾ ഈ സർട്ടൻ്റെ തന്നെ രണ്ട് രീതിയിൽ വരുമ്പോൾ അർത്ഥം വ്യത്യാസം വരും. അപ്പോൾ ഇതിൻ്റെ നമ്മൾ അഡ്ജക്റ്റീവ് നൗണിന് ഫ്രണ്ടിലായാലോ അല്ലെങ്കിൽ നൗണിന് ശേഷം യൂസ് ചെയ്യുമ്പോൾ എന്ത് വരും എന്ന് പറയുന്നത്? അട്രിബ്യൂട്ടീവ്ലി നമ്മൾ പ്രീ മോഡിഫയിങ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ അതിൽ അർത്ഥത്തിൽ വ്യത്യാസം വരും എന്നാണ് പറയുന്നത്. One group of predicative only adjective is usually used to refer to a condition rather than a characteristic. അതായത് പ്രെഡിക്കേറ്റീവ് ഓൺലി അഡ്ജക്റ്റീവ്സ് സാധാരണയായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാണ്? ഒരവസ്ഥയെ കാണിക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് പറയുന്നത്. എക്സാമ്പിളായിട്ട് ഹെൽത്ത് അഡ്ജക്റ്റീവ്സ് ലൈക്ക് ഇൽ, വെൽ, അൺവെൽ, അൺഫെയിൻഡ്, ഇതെല്ലാം ഒരു അവസ്ഥയാണ്. അസുഖം ഒരവസ്ഥയാണ്. വെൽ സുഖമായിട്ടുള്ള അവസ്ഥ, അൺവെൽ സുഖമില്ലാത്ത അവസ്ഥ, അങ്ങനെ ഇതെല്ലാം അവസ്ഥകളെ സൂചിപ്പിക്കാനായിട്ടാണ് നമ്മൾ ഒരു ഗ്രൂപ്പ് പ്രെഡിക്കേറ്റീവ് ഓൺലി അഡ്ജക്റ്റീവ്സ് നമ്മൾ യൂസ് ചെയ്യണമെന്നാണ് പറയുന്നത്. ടിപ്സ് ടു അറേഞ്ച് അഡ്ജക്റ്റീവ്സ്. അടുത്തതായിട്ട് നമ്മൾ അഡ്ജക്റ്റീവ്സിനെ അറേഞ്ച് ചെയ്യാനായിട്ടുള്ള കുറച്ച് ടിപ്സിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഒരു സെൻറ്റൻസിൽ വേണമെങ്കിൽ കുറേ അഡ്ജക്റ്റീവ്സ് വരാം. ഒരു അഡ്ജക്റ്റീവ് മാത്രമൊന്നുമല്ല ഒരു സെൻറ്റൻസിൽ വരുന്നത്. അപ്പോൾ പല അഡ്ജക്റ്റീവ്സ് വരുമ്പോൾ നമ്മൾ അതിനെ ഏതൊരു ഓർഡറിലാണ് അറേഞ്ച് ചെയ്യേണ്ടതെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. നെക്സ്റ്റ് ബിഫോർ ദ നൗൺ കംസ് ദ അഡ്ജക്റ്റീവ് ഓഫ് സ്റ്റൈൽ. എപ്പോഴും നൗണിൻ്റെ തൊട്ട് ഫ്രണ്ടിലായിട്ട് എന്ത് വരും? അഡ്ജക്റ്റീവ് ഓഫ് സ്റ്റൈൽ. സ്റ്റൈലിനെ സൂചിപ്പിക്കുന്ന അഡ്ജക്റ്റീവ് എവിടെ വരുന്നത്? നൗണിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ. ഇറ്റ് ഈസ് പ്രിസീഡഡ് ബൈ ദ പാർട്ടിസിപ്പിൾ ഓഫ് അഡ്ജക്റ്റീവ്. പാർട്ടിസിപ്പിൾ അഡ്ജക്റ്റീവ്, അതായത് ഈ സ്റ്റൈലിനെ സൂചിപ്പിക്കുന്ന അഡ്ജക്റ്റീവിൻ്റെ തൊട്ട് ഫ്രണ്ടിലായിട്ട് എന്ത് വരും? പാർട്ടിസിപ്പിൾ അഡ്ജക്റ്റീവ് വരും. അങ്ങനെ അഡ്ജക്റ്റീവ് ഉണ്ടെങ്കിൽ എക്സാമ്പിളായിട്ട് എ കാവ്ഡ് ഗോത്തിക് ഡോർ. ഇതിൽ കാവ്ഡ് എന്ന് പറയുന്നത് എന്താണ്? പാർട്ടിസിപ്പിൾ അഡ്ജക്റ്റീവ്. അതിനുശേഷം എന്താ? സ്റ്റൈലിനെ സൂചിപ്പിക്കുന്ന ഗോത്തിക് എന്നുള്ളത് വന്നു. അതിനുശേഷം നൗൺ വന്നു. അപ്പം നൗണിൻ്റെ തൊട്ടടുത്ത് സ്റ്റൈൽ വരും. സ്റ്റൈലിൻ്റെ മുമ്പ് പാർട്ടിസിപ്പിൾ അഡ്ജക്റ്റീവ് വരും.
പിന്നെ നമുക്ക് ഇനിയും ഇതിൽ കുറച്ചും കൂടി അഡ്ജക്റ്റീവ്സ് ഉണ്ടെങ്കിൽ എങ്ങനെ അറേഞ്ച് ചെയ്യണമെന്ന് പറയുന്നത്. പാർട്ടിസിപ്പിൾ അഡ്ജക്റ്റീവ്സ് ആർ പ്രിസീഡഡ് ബൈ അഡ്ജക്റ്റീവ്സ് ഓഫ് കളർ. ഈ പാർട്ടിസിപ്പിൾ അഡ്ജക്റ്റീവ്സിൻ്റെ തൊട്ട് മുമ്പ് എന്ത് വരും? കളറിനെ സൂചിപ്പിക്കുന്ന അഡ്ജക്റ്റീവ്സ് വരും. പിന്നെ ആ കളറിനെ സൂചിപ്പിക്കുന്ന അഡ്ജക്റ്റീവ്സിൻ്റെ ഫ്രണ്ടിൽ എന്ത് വരും? അഡ്ജക്റ്റീവ്സ് ഓഫ് ഏജ്, ഏജിനെ സൂചിപ്പിക്കുന്ന അഡ്ജക്റ്റീവ്സ് വരും. പിന്നെ അതിന് ഫ്രണ്ടിലോ ആൻഡ് ജനറൽ അഡ്ജക്റ്റീവ്സ് ആദ്യം വരും. അപ്പോൾ ഇതിൽ നമ്മൾ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. എ സ്പ്ലെൻഡിഡ് ലാർജ് ഓൾഡ് റെഡ് ആൻഡ് ബ്ലൂ കാർവ്ഡ് വുഡൻ ഗോത്തിക് ഡോർ. ഇവിടെ എന്താ ഉള്ളത്? എല്ലാ ഇതിൽ ഈ ഇപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ സ്പ്ലെൻഡിഡ് ലാർജ് എന്നൊക്കെ പറയുന്നത് എന്താണ്? ജനറൽ അഡ്ജക്റ്റീവ്സ് ആണ്. ഓൾഡ് എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ ഏജിനെ സൂചിപ്പിക്കുന്നത്. റെഡ് ആൻഡ് ബ്ലൂ എന്ന് പറയുന്നത് കളറിനെ സൂചിപ്പിക്കുന്നത്. കാർവ്ഡ് വുഡൻ എന്ന് പറയുന്നത് എന്താ? കാർവ്ഡ് വുഡൻ അത് പാർട്ടിസിപ്പിൾ അഡ്ജക്റ്റീവ് ആണ്. ഗോത്തിക് എന്ന് പറയുന്നത് എന്താണ്? സ്റ്റൈലിനെ സൂചിപ്പിക്കുന്നത്. ഡോർ എന്ന് പറയുന്നത് നൗൺ ആണ്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ഓർഡറിൽ, ഈ ഓർഡറിലാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് അത് മനസ്സിലാക്കിയിരിക്കുക. എക്സാമിനൊക്കെ അത് വരാൻ ചാൻസ് ഉണ്ട്. We form the comparative and superlative forms of adjectives by adding er and est respectively to them. അപ്പോൾ നമ്മൾ സാധാരണയായിട്ട് കമ്പാരിറ്റീവും സൂപ്പർലേറ്റീവ് ഫോംസ് ഒക്കെ അഡ്ജക്റ്റീവ്സിൻ്റെ ഉണ്ടാക്കുന്നത് ഒന്നെങ്കിൽ അതിൽ ഒരു വേർഡിൽ ആഡ് ചെയ്യും, അല്ലെങ്കിൽ est ആഡ് ചെയ്താണ് സാധാരണയായിട്ട് കമ്പാരിറ്റീവ് സൂപ്പർലേറ്റീവ് ഫോംസ് ഉണ്ടാക്കുന്നത്. എക്സാമ്പിളായിട്ട് ബിഗ് എന്നുള്ള വേർഡിൻ്റെ കമ്പാരിറ്റീവ് ഫോമാണ് എന്ത്? ബിഗർ. അവിടെ എന്ത് ആഡ് ചെയ്തു? ആഡ് ചെയ്തു. അപ്പോൾ കമ്പാരിറ്റീവ് ഫോം ഉണ്ടാക്കി. സൂപ്പർലേറ്റീവിനെ എന്ത് ആഡ് ചെയ്തു? ബിഗ്ഗസ്റ്റ് എന്നാക്കിയപ്പോൾ est ആഡ് ചെയ്തു. അപ്പോൾ സാധാരണ നമ്മൾ അങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. The comparative and superlative forms of adjectives of more than 2 syllables are formed by placing the adverbs more and most respectively before them. പിന്നെ നമ്മൾ മോർ ദാൻ 2 സിലബിൾസ്, 2 കൂടുതൽ സിലബിളുള്ള വേർഡ്സിൻ്റെ ആണെങ്കിൽ നമ്മൾ അതിൻ്റെ കമ്പാരിറ്റീവ് സൂപ്പർലേറ്റീവ് ഫോംസ് ഉണ്ടാക്കുന്നത് സാധാരണയായിട്ട് മോറും മോസ്റ്റും ആഡ് ചെയ്തിട്ടാണ്. മോർ അതിൻ്റെ കമ്പാരിറ്റീവ് ഉണ്ടാക്കാനും മോസ്റ്റ് സൂപ്പർലേറ്റീവ് ഫോം ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യുന്നത്. എക്സാമ്പിളായിട്ട് ഡിഫിക്കൽട്ട് എന്നുള്ള വേർഡിൻ്റെ കമ്പാരിറ്റീവ് ഫോമാണ് എന്ത്? മോർ ഡിഫിക്കൽട്ട്. അപ്പോൾ സൂപ്പർലേറ്റീവ് ഫോം മോസ്റ്റ് ഡിഫിക്കൽട്ട്. പിന്നെ ഡൈസിലബിക് അഡ്ജക്റ്റീവ്സ് ദാറ്റ് ഡു നോട്ട് ടേക്ക് er or est ഇൻക്ലൂഡ് ആൻറ്റിക്, കോൺസ്റ്റൻറ്റ് ആൻഡ് സ്റ്റെഡ്ഫാസ്റ്റ്. സിലബിക് എന്ന് പറഞ്ഞാൽ 2 സിലബിളുള്ള അഡ്ജക്റ്റീവ്സ് ദാറ്റ് ഡു നോട്ട് ടേക്ക്. അപ്പോൾ est നമ്മൾ പറഞ്ഞു സാധാരണ അങ്ങനെ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ഈ ആൻറ്റിക്, കോൺസ്റ്റൻറ്റ്, സ്റ്റെഡ്ഫാസ്റ്റ് എന്നൊക്കെ ഉള്ള ഈ അഡ്ജക്റ്റീവ്സിന് എന്തില്ല? അവർ ഉം est ഒന്നും യൂസ് ചെയ്യാറില്ല എന്നാണ് പറയുന്നത് അവരുടെ കമ്പാരിറ്റീവും സൂപ്പർലേറ്റീവ് ഫോം ഉണ്ടാക്കുമ്പോൾ. സം ഫോം ദെയർ ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ ആൻഡ് ഇറഗുലർ മാനർ. ചില വേർഡ്സ് അതിൻ്റെ ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ നമ്മൾ പ്രതീക്ഷിക്കാവുന്ന രീതിയിലല്ല വരുന്നത്. എക്സാമ്പിളായിട്ട് ഗുഡ് എന്നുള്ളതിൻ്റെ കമ്പാരിറ്റീവ് ഫോം എന്താ? ബെറ്റർ. സൂപ്പർലേറ്റീവ് ഫോം ബെസ്റ്റ്. നിയർ, നിയറർ, നിയറസ്റ്റ് ഓർ നെക്സ്റ്റ്. ലേറ്റ്, ലേറ്റർ, ലേറ്റസ്റ്റ് ഓർ ലാസ്റ്റ്. ബാഡ്, വേഴ്സ്, വേഴ്സ്റ്റ്. അപ്പോൾ ചില വേർഡ്സിൻ്റെ നമ്മൾ കമ്പാരിറ്റീവ് സൂപ്പർലേറ്റീവ് ഫോംസ് വളരെ ഡിഫറെൻ്റ് ആയിരിക്കും, ഇറഗുലർ മാനറിലാണ് വരുന്നതെന്നാണ് പറയുന്നത്. The noun can sometimes serve as an adjective and such nouns are known as attributive nouns. Example, I hospital. അതായത് ചില സമയത്ത് ചില നൗണുകൾ എന്തായിട്ട് പ്രവർത്തിക്കും? അഡ്ജക്റ്റീവായിട്ട് പ്രവർത്തിക്കും. അങ്ങനെയുള്ള നൗൺസിനെയാണ് നമ്മൾ ആട്രിബ്യൂട്ടീവ് നൗൺസ് എന്ന് പറയുന്നത്. ചില സാഹചര്യങ്ങളിൽ ചില നൗൺസ് അഡ്ജക്റ്റീവ്സ് ആയിട്ട് പ്രവർത്തിക്കും. അങ്ങനെയുള്ള നൗൺസിനെ ആട്രിബ്യൂട്ടീവ് നൗൺസ് എന്ന് വിളിക്കും. എക്സാമ്പിളായിട്ട് ഐ ഹോസ്പിറ്റൽ, കണ്ണാശുപത്രി. ഇവിടെ ഐ എന്നുള്ളത് കണ്ണെന്നുള്ള നൗണായിട്ടല്ല, അതിൽ അഡ്ജക്റ്റീവായിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനെയാണ് നമ്മൾ നൗണിനെ അഡ്ജക്റ്റീവായിട്ട് യൂസ് ചെയ്യുമ്പോൾ അതിനെയാണ് ആട്രിബ്യൂട്ടീവ് നൗൺസ് എന്ന് പറയുന്നത്. Both the present participle and the past participle can function as adjectives. അപ്പോൾ പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും എന്തായിട്ട് പ്രവർത്തിക്കാം? അഡ്ജക്റ്റീവായിട്ട് ചില സാഹചര്യങ്ങളിൽ പ്രവർത്തിക്കും. എക്സാമ്പിൾ, സ്വിമ്മിംഗ് പൂൾ. സ്വിമ്മിംഗ് എന്നുള്ളത് എന്താണ്? പ്രസൻറ്റ് പാർട്ടിസിപ്പിളാണ്. റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇതിൽ റിട്ടൺ എന്നുള്ളത് എന്താണ്? പാസ്റ്റ് പാർട്ടിസിപ്പിളാണ്. അപ്പോൾ അതെല്ലാം എന്തായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്? അഡ്ജക്റ്റീവായിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സംടൈംസ് ഇറ്റ് ബിക്കംസ് ഡിഫിക്കൽട്ട് ടു സേ വെദർ ദ വേർഡ് ഈസ് ആൻ അഡ്ജക്റ്റീവ് ഓർ പാർട്ടിസിപ്പിൾ. അപ്പോൾ ചില സാഹചര്യങ്ങളിൽ നമുക്ക് ഒരു വേർഡ് അഡ്ജക്റ്റീവ് ആണോ പാർട്ടിസിപ്പിൾ ആണോ എന്ന് തന്നെ മനസ്സിലാവില്ല, പറയാൻ പറ്റില്ല. എക്സാമ്പിളായിട്ട് ദ ഡോർ വാസ് ക്ലോസ്ഡ്. ഇതിൽ നമുക്ക് ഇതിൽ അഡ്ജക്റ്റീവായിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്, പാർട്ടിസിപ്പിളായിട്ടാണോ യൂസ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല, ഈ ക്ലോസ്ഡ് എന്നുള്ളത്.
Some adjectives preceded by the definite article become noun phrases with singular or plural reference. അതായത് ചില അഡ്ജക്റ്റീവ്സിൻ്റെ ഫ്രണ്ടിൽ എന്ത് വരും, ഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് വരുമ്പോൾ അവരെന്തായിട്ട് മാറും, നൗൺ ഫ്രേസസ് വിത്ത് സിംഗുലർ ഓർ പ്ലൂറൽ റെഫറൻസ്. സിംഗുലർ റെഫറൻസോ പ്ലൂറൽ റെഫറൻസോ കൊടുക്കുന്ന നൗൺ ഫ്രേസുകളായിട്ട് ചില അഡ്ജക്റ്റീവ്സ് മാറും. എപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ എന്ത് വരുമ്പോൾ, ഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് വരുമ്പോൾ. ഡെഫിനിറ്റ് ആർട്ടിക്കിളിനെ നമ്മൾ പറഞ്ഞതാണ് ദ. അപ്പോൾ ഇതിൽ എക്സാമ്പിൾ ദ ബെസ്റ്റ് ഈസ് യെറ്റ് ടു കം. ദ ബെസ്റ്റ് ഈസ് യെറ്റ് ടു കം. പിന്നെ ദ പുവർ ആർ ഓൾവേസ് വിത്ത് അസ്. ദ പുവർ ആർ എന്നൊക്കെ ആയി, അപ്പോൾ അത് പ്ലൂറലൊക്കെ ആയിട്ട് മാറി. അപ്പോൾ ചില അഡ്ജക്റ്റീവ്സ് എന്ത് വരുമ്പോൾ, ഡെഫിനിറ്റ് ആർട്ടിക്കിൾ വരുമ്പോൾ നൗൺ ഫ്രേസ് ആവും, അല്ലെങ്കിൽ സിംഗുലർ അല്ലെങ്കിൽ പ്ലൂറൽ റെഫറൻസ് ആയിട്ടും മാറും. അതാണ് അതിൻ്റെ എക്സാമ്പിൾസ് ആണ് ഇത്. Non-gradable adjectives like unique do not have degrees of comparison. അപ്പോൾ യുണീക്ക് പോലെയുള്ള നോൺ ഗ്രേഡബിൾ അഡ്ജക്റ്റീവ്സിന് എന്തില്ല, ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ ഇല്ല. നോ ഡു ദേ ടേക്ക് adverbs ലൈക്ക് വെരി, എക്സ്ട്രീംലി, ടോട്ടലി എക്സെട്ര ബിഫോർ ദം. അതുപോരാഞ്ഞിട്ട് അവരുടെ ഫ്രണ്ടിൽ, യുണീക്ക് പോലെയുള്ള നോൺ ഗ്രേഡബിൾ അഡ്ജക്റ്റീവ്സിൻ്റെ ഫ്രണ്ടിൽ എന്തും വരില്ല, വെരി, എക്സ്ട്രീംലി, ടോട്ടലി എന്നുള്ള adverbs ഒന്നും വരില്ല. ആൻഡ് അഡ്ജക്റ്റീവ് ബിക്കംസ് ഡിഫൈനിങ് ഓർ നോൺ ഡിഫൈനിങ് ഡിപ്പെൻഡിങ് ഓൺ ഹൗ ഇറ്റ് ഇസ് യൂസ്ഡ്. അപ്പോൾ അത് യൂസ് ചെയ്യണതനുസരിച്ച് ഒന്നെങ്കിൽ അതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാവും, അല്ലെങ്കിൽ മനസ്സിലാവില്ല എന്ന്, ഈ അഡ്ജക്റ്റീവ് യൂസ് ചെയ്യണതനുസരിച്ച്. അപ്പോൾ എക്സാമ്പിൾ ദ അഡ്ജക്റ്റീവ് അത്ലറ്റിക് ഇൻ ദ അഡ്ജക്റ്റീവൽ ഫ്രേസ് മൈ അത്ലറ്റിക് സൺ. എൻ്റെ കായിക ശേഷിയുള്ള മകൻ എന്നുള്ളതിൻ്റെ അതിൽ അഡ്ജക്റ്റീവില്ലേ, അത്ലറ്റിക് എന്ന് പറഞ്ഞാൽ അഡ്ജക്റ്റീവ് ബിക്കംസ് ഡിഫൈനിങ്. എങ്ങനെയാണ് അതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാവുന്നത്, ഇഫ് ദ സ്പീക്കർ ഹാസ് മോർ ദാൻ വൺ സൺ. ഈ പറയുന്ന ആൾക്ക് മൈ അത്ലറ്റിക് സൺ എന്ന് ഒരാൾ പറയുകയാണ്, എൻ്റെ കായിക ശേഷിയുള്ള മകൻ എന്ന്. അപ്പോൾ കായിക വിനോദത്തിലൊക്കെ ഏർപ്പെടുന്ന മകൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം അയാൾക്ക് ഉണ്ട്, വേറെ ആൺമക്കളും ഉണ്ടെന്നാണ്. പക്ഷേ അങ്ങനെയാണെങ്കിൽ മാത്രമാണ് അതിൻ്റെ അർത്ഥം പൂർണ്ണമാവുള്ളൂ. നോൺ ഡിഫൈനിങ് ഇഫ് ഹി ഹാസ് ഓൺലി വൺ സൺ. പക്ഷേ അയാൾക്ക് ഒരു മകൻ മാത്രമേ ഉള്ളപ്പോഴാണ് ഇയാൾ മൈ അത്ലറ്റിക് സൺ എന്ന് പറയണമെങ്കിൽ അതിൻ്റെ അർത്ഥം പൂർണ്ണമാവില്ല എന്നാണ്. അതായത് മൈ സൺ എന്ന് പറയേണ്ട കാര്യമുള്ളൂ. അപ്പോൾ മൈ അത്ലറ്റിക് സൺ എന്നൊന്നും പറയേണ്ട കാര്യമില്ല ഒരു മകനുള്ളെങ്കിൽ. അപ്പോൾ ഒന്നിൽ കൂടുതൽ ആൺമക്കളുണ്ടെങ്കിൽ മാത്രമാണ് അതിൻ്റെ അർത്ഥം പൂർണ്ണമാവുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ജസ്റ്റ് ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ അഡ്ജക്റ്റീവ്സിനെ കുറിച്ചുള്ള ക്ലാസ് ഇത്രയേ ഉള്ളൂ. താങ്ക് യു.